ഓട്സ് മാത്രമേ കഴിക്കുള്ളൂ രാവിലെ. കഴിക്കുമ്പോൾ അവർക്ക് വിശക്കണായി ചമ്മന്തിപ്പൊടി സാമ്പാർ സരസയ്ക്ക് എനിക്ക് വേണ്ട വേണ്ടേ ചമ്മന്തിപ്പൊടി ചേട്ടാ സാമ്പാർ എടുത്തിട്ട് പാസ് ചെയ്യും. പ്രീത എടുത്തിട്ട് ഇങ്ങോട്ട് മോളെ ഇരിക്കും. I like to have a mixture of sambar and chammandi. ആണോ? ഇതെല്ലാം യൂട്യൂബിൽ പോകണുണ്ടേ. I like to mixture of തീർക്കണം കേട്ടോ. ഇനി വൈകുന്നേരത്തേക്ക് വെക്കണ പരിപാടി എല്ലാവരും ഇഡ്ഡലിയും തീർക്കണം. ഇന്ന് ഉച്ചയ്ക്ക് ഒത്തിരി ലെസ് ആൻഡ് ലൈറ്റ് ആയിരിക്കണേ. അതെ, ഇവിടെ ഓൾറെഡി ഫോർ ഡിന്നർ ഗ്രാൻഡാണ്. പായസം ഉണ്ടോ? ഗോതമ്പ് പായസം സാരമില്ല. പിന്നെ രാത്രിയല്ലേ കഴിക്കുള്ളൂ. അപ്പം നമ്മള് ഹോട്ടലിൽ നിന്ന് ലൈറ്റായിട്ട് കഴിക്കാം. ചുമന്ന ചോറ് എല്ലാവരും കഴിക്കുമല്ലോ. പച്ചരി വേണം നിർബന്ധമുണ്ടോ? എന്തിനാ? ചുമന്ന ചോറ് ഇല്ല ഇല്ല, എനിക്ക് പച്ചരി വേണ്ട. ഞങ്ങളിപ്പോ പുഴുക്കലരിയായി. breakfast is getting cold. അത് തന്നെ ഇതെല്ലാം റെക്കോർഡ് ഫോർ ദ റെക്കോർഡ് വേണ്ടേ? അതെ, പക്ഷെ കഴിക്കൂ. അതല്ലേ പ്രധാനം. ഞാൻ മണിച്ചേട്ടനെ പറ്റിയുള്ള ആർട്ടിക്കിൾ എഴുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വായിച്ച് ഏൽപ്പിച്ചു തരാം. മണിമാന ആർട്ടിക്കിൾ എഴുതിയോ? ഞാൻ എഴുതി. മണിമാനെ പറ്റിയോ? എന്തൊക്കെയാണ് പറ്റി? എന്റെ അച്ഛനെ പറ്റി. ഓ, എന്ന് ഇപ്പൊ എവിടെ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബ്ലോഗിലാ? ബ്ലോഗിലാക്കണം. പണ്ട് എഴുതിയതാണ്. പിന്നെ ആ ബ്ലോഗിലോട്ടാക്കാൻ അന്ന് അറിഞ്ഞൂടെ. ഞാൻ മണിമാനോട് അതാ പറഞ്ഞേ, എത്രയോ ഇവിടെ കൊച്ചുകാലത്തെ സ്റ്റോറീസ് ഇങ്ങനെ നമ്മൾ കേട്ട് പറഞ്ഞിരിക്കുമല്ലോ. ഐ തിങ്ക് യു ഷുഡ് പുട്ട് ദാറ്റ് ഡൗൺ ഇൻ സം ബ്ലോഗ്. എന്നിട്ട് ജസ്റ്റ് ഫോർ ലാഫ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി സീക്രറ്റ്സ്. മതി എനിക്ക് പറയണം. അത് മണിച്ചേട്ടൻ്റെ ഞാൻ മണിയോടെ ഉത്സവം കാണാൻ പോകുമ്പം ഞാൻ ഈ പോക്കറ്റ് മണിക്ക് അച്ഛൻ്റെ പോയി തല കുറഞ്ഞിരിക്കും. അപ്പൂപ്പനുണ്ടായിരുന്നു അത്. അപ്പൊ അപ്പൂപ്പൻ പറയും 5 രൂപ എന്നിട്ട് പറയും ഇത് മതി എന്ന് വെച്ചാ. പിന്നെ അച്ഛൻ്റെ കാശ് വാങ്ങിക്കുമ്പോഴത്തേക്കും പാക്കറ്റ് ആണെങ്കിലൊന്നും വാങ്ങിക്കണ്ട, ഓരോ സീറ്റായിട്ട്. അച്ഛന് അതും കിട്ടൂല. അച്ഛൻ്റെ കയ്യിൽ അമ്മ എന്തെങ്കിലും വാങ്ങിക്കാൻ കൊടുക്കുന്നതിന് പിശുക്കിയാണ് പൈസ ഉണ്ടാക്കി വെക്കണത് ഇതിന് പോവാൻ. എടാ, എന്റെ അപ്പൂപ്പനും അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. സീർത്തും വലിക്കില്ല, കള്ളും കുടിക്കില്ല, പഴവും കട്ട തിന്നത്തില്ല. നമുക്ക് യാതൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. തെറ്റാണെന്ന് എനിക്ക് സംശയം. അമ്മാവിന്റെ ഒരു ഗുണമില്ല. അന്ന് ഈ പഴമൊക്കെ ഉള്ള ഇൻസിഡൻസ് ഇല്ലായിരുന്നു. എന്തായിരുന്നു മൈൻഡ് സെറ്റ് അന്നത്തെ? ഒന്നുമില്ല, ഒരു ചിന്തയില്ലല്ലേ? ഭയങ്കര മിസ്റ്റീരിയസ്. എക്സെപ്റ്റ് അത് തിന്നുക, ഷെയർ ചെയ്യുക, കമ്പനി ഇഷ്ടമായിരുന്നു. അതാണ് അതിന്റെ കുഴപ്പം. എന്റെ അച്ഛനും അമ്മയൊക്കെ വിചാരിക്കുന്നത് ഈ തല്ലി അടി ചെയ്തൊക്കെ നിർത്താന്ന്. ഈ അടി കൊണ്ട് എന്ത് പറ്റി അറിയാമോ? ഇത്രേ ആവുള്ളൂ എന്ന് മനസ്സിലായി. ഞാൻ തല്ലി കൊല്ലൂല്ല. ഈ അടി കൊണ്ടു കഴിഞ്ഞാൽ അത് ഒരു കൂടി പോയ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അതിന്റെ വേദന അങ്ങ് പോകും. നമ്മളതങ്ങ് മറക്കുകയും ചെയ്യും. സോ അടിയെ പറ്റി അശേഷം പേടിയില്ലായിരുന്നു. പക്ഷെ ഈ അതേ സമയത്ത് ഈ ഗംഗയും ബാബുവൊക്കെ അമ്മന്മാര് അടി കിട്ടിയിട്ടില്ല. എന്റെ ഈ അടി കണ്ടിട്ട് ഞാൻ എന്നെ അടിക്കുന്നത് കണ്ടിട്ട് പേടിച്ച് ഒരു. സോ മണിമാന് നല്ല ഇടിയോടെ അടിയായിരുന്നു കിട്ടുന്നത്.
വടിയായിരുന്നോ, കൈയായിരുന്നോ, കമ്പായിരുന്നോ? ശരി ശരിക്കും അറിയാമോ എന്താണ് കമ്പായിരുന്നോ? എന്തായിരുന്നു? അച്ഛൻ ദേഷ്യം വരുമ്പോ കാണിക്കുന്ന ഒരു ബെൽറ്റ് ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് കയറി എന്റെ പുറത്താവരാ ഭംഗിയായിട്ട് ഞാൻ ബെൽറ്റ് പിടിച്ചു അച്ഛൻ എങ്ങനെ അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തോ കാണിച്ചു കാണും. ഞാൻ പറഞ്ഞു അടിക്കുന്നത് അടിച്ചോ, പക്ഷെ ഈ ബെൽറ്റിന് അതൊക്കെ സെൻസാണ്. എഡിറ്റ് മനുഷ്യന്റെ കാലിട്ട് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അവനത് ഓർമ്മയുണ്ട്. അതിനെ പറ്റില്ല. ഞാൻ പറയൂല, പക്ഷെ ബെൽറ്റ് ഉപയോഗിക്കാൻ പറ്റൂല. എനിക്കായിട്ട് 2 പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബെൽറ്റ് ഉപയോഗിക്കത്തില്ല അടിക്കാൻ. അമ്മ ഇടയ്ക്ക് കയറി നിൽക്കും. അപ്പൊ അതെനിക്കൊരു ഡെറ്ററന്റ് ആയോ? ഞാൻ കാരണം അച്ഛൻ ചെയ്തതിന് മകൻ പ്രതികാരം ചെയ്യുവാണെന്ന് മകനോട് ഞാനങ്ങനെ പിള്ളേരെ അധികം അടിച്ചിട്ടില്ല. ചവിട്ടിയിട്ടുണ്ട്. അത് 1-2 പ്രാവശ്യമല്ലേ, അത് കുഴപ്പമില്ല. പിന്നെ സ്വന്തം മാനേരായ വേറെ ആരെയും ചോദിക്കാം. ഇല്ല, ഇതിപ്പോ അമ്മയുടെ സിസ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരുന്നു. അമ്മണി കുഞ്ഞമ്മ ബ്രോട്ട് ഹർ ഗ്രാൻഡ് ഡോട്ടർ അലോങ്. അപ്പൊ അമ്മണി കുഞ്ഞമ്മ ഡോട്ടർ ബിന്ദു എന്തെങ്കിലും മോള് മിസ്റ്റർ കാണിച്ചാ അടിക്കും. അപ്പൊ ഈ കുട്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാല് കരഞ്ഞു പറയും, അടിച്ചോ, എത്ര അടിച്ചോ. ഞാൻ എണ്ണി എന്റെ കൊച്ചിനെ അടിക്കാതെ. അപ്പൊ thing is when her mother hits her, the grandmother feels very sad for that. So that is why she's saying adicho, so you become a grandmother, you will feel sad. Yes, intelligent. She's just about 6 years. അടിയെന്നുവെച്ചാൽ നല്ല വഴക്ക് കൊടുക്കും, 7-8 years കൊടുക്കും, അത്രേ ഉള്ളൂ അടി. Marvelous ആയിരുന്നു അത്. പക്ഷേ the way she put forth. റിലേറ്റ് ചെയ്തു പെട്ടെന്ന്. ഗ്രാൻഡ് മദർ സാഡ് ആവും. ഫിംഗർ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ